ചന്ദ്രശേഖരൻ ഒറ്റപ്പെട്ടത് എങ്ങനെയെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തായി ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ചന്ദ്രശേഖരൻ വ്യക്തമായ എതിരഭിപ്രായം എന്ന് പറഞ്ഞു, പക്ഷേ അത് വിലപ്പോയില്ല. ഇവിടെ മറ്റ് 3 മന്ത്രിമാരുണ്ട്. ഒരു മന്ത്രി കൃഷിമന്ത്രിയാണ്. അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപ് വളരെ ശക്തമായി നിലപാടുകൾ CPIക്ക് വേണ്ടി എടുത്തിട്ടുള്ളതാണ്, ഇടതുമുന്നണിക്ക് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം ഇന്ന് നിശബ്ദനായിരുന്നു. അപ്പോൾ അത് പാർട്ടിയുടെ ഉൾപ്പിരിവുകളിലേക്ക് പോകുന്നുണ്ടോ ഇതെല്ലാം? ചന്ദ്രശേഖരൻ ഒരു പിന്തുണ കിട്ടാതെ പോകുന്നതിന് കാരണം അദ്ദേഹം ഇസ്മയിൽ പക്ഷക്കാരനാണ്. കാനമാണിതിലൊരു കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ യോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സമ്മേളനങ്ങളുടെ ഘട്ടമാണ്, അടുത്ത സെക്രട്ടറിയുടെ ഘട്ടമാണ്, ഒരുപക്ഷെ കാനം തുടരുന്നുണ്ടാകാം. അപ്പോൾ കടുത്ത ഒരു ആശയ ഭിന്നത, തർക്കം നേതൃതലത്തിൽ രൂപപ്പെട്ടു വരുന്നു. സ്വാഭാവികമാണ്. അതിൻ്റെ പ്രതിനിധിയായിട്ടാണോ അങ്ങനെയെങ്കിൽ കൃഷിമന്ത്രി സുനിൽകുമാർ അവിടെ ഇരുന്നത്? പിന്നെ സി ദിവാകരനെ വെട്ടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന രാജു, ഈ രാജുവും ഈ സുനിൽകുമാറുമൊക്കെ പിണറായിക്ക് വിധേയമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ചന്ദ്രശേഖരൻ്റെ ശബ്ദം അവിടെ ഒറ്റപ്പെട്ടത്? തിലോത്തമൻ പിന്നെ അത്ര ശക്തമായ നിലപാടുകളുമായി വന്ന് അങ്ങനെ മികവ് കാട്ടിപ്പോയി തുടങ്ങിയിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഏക വേവലാതി എന്ന് പറയുന്നത് എങ്ങനെ ഈ റേഷൻ കാർഡ് കൊടുത്തു തീർക്കും എന്നതാണല്ലോ. അപ്പോൾ CPIയുടെ തന്നെ അനൈക്യമാണോ ഇന്ന് പിണറായി വിജയൻ ഉപയോഗിച്ചത്? ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പലരെയും വെട്ടാൻ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു, അധികാരത്തിലിരിക്കുന്നു, അവിടെ ഇരുന്നും വെട്ടുന്നു. ഇങ്ങനെയാണോ കാണേണ്ടത്? അതെനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം CPIയെ പിളർത്താൻ, CPIക്കകത്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം CPM ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ വേണു പറഞ്ഞതുപോലെ ശ്രീ സുനിൽകുമാർ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പക്ഷേ എത്രയോ വീരശൂര പരാക്രമിയായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ. എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. ആ KM മാണി സാറിനെതിരെ അദ്ദേഹം ബഡ്ജറ്റ് വിറ്റവനാണെന്നുള്ള ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് സുനിൽകുമാറാണ്. ഞാൻ അന്ന് തന്നെ അത്ഭുതപ്പെട്ടു നിന്ന ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കുന്നത്. ആ സുനിൽകുമാർ എന്ത് പറ്റി? അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഒന്നെങ്കിൽ പിണറായി വിജയന് വിനീത വിധേയനായി നിൽക്കുന്നു CPIക്കകത്ത്. അതുപോലെ തന്നെ ശ്രീ രാജു പണ്ടേ മൃതഭാഷയാണ്, പക്ഷേ മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നു CPIയെ ഒന്നിപ്പിച്ച് നിർത്താൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ചന്ദ്രശേഖരൻ്റെ ഒരു ഒറ്റപ്പെട്ട സ്വരമുണ്ടായി എന്നുള്ളതല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അനങ്ങാതിരുന്നു. അതല്ല, 4 CPI മന്ത്രിമാരും ഒന്നിച്ചെഴുന്നേറ്റ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടുണ്ട്, പാർട്ടിയുമായി സംസാരിക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഈ ക്യാബിനറ്റിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് അടുത്ത ക്യാബിനറ്റിലേക്ക് തീരുമാനം മാറ്റണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും പോകാനാവില്ല. നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവിടെ അങ്ങനെ വിയോജനക്കുറിപ്പൊന്നും എഴുതാറില്ല സാധാരണ ക്യാബിനറ്റിൽ. ഇല്ലെങ്കിലും എത്രയോ തീരുമാനങ്ങൾ ഒരു മന്ത്രിയുടെ അഭിപ്രായത്തിൽ, പ്രത്യേകിച്ച് കൺസേൺഡ് മിനിസ്റ്ററുടെ ഒക്കെ അഭിപ്രായത്തിൽ എത്രയോ തീരുമാനങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ 1, 2, 3 ക്യാബിനറ്റ് ചിലപ്പോൾ ആ തീരുമാനം തന്നെ മൊത്തം മാറ്റാറുണ്ട്. ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യം. ഈ 4 മന്ത്രിമാർ, CPIയുടെ മന്ത്രിമാർ പാർട്ടിയോട് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ തീരുമാനം ഉണ്ടാവില്ല. കാരണം ഈ തീരുമാനം പക്ഷേ ഇപ്പോൾ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമായി വരുന്നത് ഹൈക്കോടതിയുടെ വിധി പാർട്ടിയുടെ നിലപാട് ശരിയെന്ന് തെളിയിക്കുന്നതാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രത്യക്ഷമായ പ്രതികരണങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. തിരിച്ചടി CPMന് തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. അത് മതിയാകുമോ? അല്ല, അതെങ്ങനെ മതിയാവാനാണ്? ഇത് CPIയുടെ മുഖത്ത് നോക്കി അടിച്ചിരിക്കുകയാണല്ലോ. CPMനെ സംബന്ധിച്ചിടത്തോളം, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കെതിരായ പോരാട്ടമൊക്കെ പുള്ളി എന്നേ ഉപേക്ഷിച്ചതാണ്. പക്ഷേ ശ്രീ ജോസഫ് വാഴക്കൻ VV ജോർജ് ആരാണ്? VV ജോർജ് ആരാണ്? ഇവിടെ AK മണി VV ജോർജിനെ കയ്യേറ്റക്കാരനല്ല എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇവിടെ KK വിജയൻ പറയുകയാണ് അപ്പീൽ കൊടുക്കാമല്ലോ എന്ന്. ജോർജ് കോൺഗ്രസ് നേതാവുമാണ്. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഈ VV ജോർജിൻ്റെ ഈ പറയുന്ന സമരം, ഈ പറയുന്ന അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അതെന്തുകൊണ്ട് താങ്കൾ ഏറ്റെടുക്കുന്നില്ല? ആദ്യം ഞാനൊരു കാര്യം പറയാം. VV ജോർജ് കോൺഗ്രസ് നേതാവൊന്നുമല്ല. കോൺഗ്രസിനോട് അനുഭാവം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഒരു അനുഭാവിയാവാം, പക്ഷേ ഒരു കോൺഗ്രസ് നേതാവേ അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കുത്തകപ്പാട്ടത്തെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ കുത്തകപ്പാട്ടം അല്ലാതെ കുത്തകപ്പാട്ടത്തിൽ ഹോട്ടലുകൾ ഉണ്ടാക്കുന്നതിനോട് കോൺഗ്രസ് യോജിക്കുന്നില്ല. അത് ഹോട്ടൽ വ്യവസായം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ യോജിക്കുന്നില്ല. രണ്ടാമത്, ഇത് കുത്തകപ്പാട്ടം ഇത് ലഭിച്ചിരുന്ന MMJ കമ്പനിക്കാണ്. തോമസ് മൈക്കിൾ പറഞ്ഞ ശ്രീ മണർകാട് ബാപ്പൻ്റെ പഴയ MMJ കമ്പനിയുടെ ചാരായ ഗോഡൗണായിരുന്നു അത്. ആ കുത്തകപ്പാട്ട് അവരിട്ടിട്ട് പോയതാണ്.
അത് ജോർജിന് കുത്തകപ്പാട്ടം നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തോമസ് അങ്ങനെ തന്നെയാണ്. പക്ഷേ എ കെ മണി പറയുന്നത് അങ്ങനെയല്ല. എ കെ മണി പറയുന്നത് ഈ കൈമാറ്റം വളരെ നിയമപരമായിരുന്നു എന്നാണ്. അത് എ കെ മണിയുടെ പാർട്ടിയുടെ ഞാനിതാ ഉറപ്പിച്ച് പറയുന്നു, അത് പാർട്ടിയുടെ നിലപാടല്ല. പാർട്ടി അക്കാര്യത്തിൽ ഇന്നും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മണിക്ക് പാർട്ടി നൽകിയിരിക്കുന്ന അനുമതി ആ ജില്ലയിലെ കർഷകരുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ കർഷക പക്ഷത്ത് നിൽക്കുവാൻ വേണ്ടി ആ ഭാഗത്തുള്ള സംസാരിക്കണം. ഞാൻ താങ്കളേക്ക് തിരികെ ശ്രീ ജോസഫ് സി മാത്യു, കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത് അതിനോട് ചേർന്ന് അതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ഇവിടെ സെൻകുമാറുമായി ബന്ധപ്പെട്ടൊരു നിരീക്ഷണ കവചമുണ്ടാക്കിയത് കണ്ടല്ലോ പിണറായി വിജയൻ. ഇതുപോലെ തന്നെയൊരു നിരീക്ഷണ കവചമായിരുന്നല്ലോ അന്ന് മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിലും ഉണ്ടായത്. വേലിക്കകത്താക്കി എന്നൊക്കെയുള്ള കാർട്ടൂണുകളും അന്ന് വന്നതാണ്. അപ്പോൾ ഈ പണി നന്നായിട്ട് അറിയുന്നയാളാണ് അദ്ദേഹം. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായാലും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴായാലും അന്നൊക്കെ തർക്കം എന്ന് പറയുന്നത് ഈ പാർട്ടിക്കകത്ത് ഉള്ളതായിരുന്നെങ്കിൽ ആ രൂപത്തിൽ, സെൻകുമാറുമായിട്ടാകുമ്പോൾ ആ രൂപത്തിൽ, ഇപ്പോൾ CPI-യുമായിട്ടാണെങ്കിൽ ആ രൂപത്തിലും കളിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ചന്ദ്രശേഖരൻ ഒറ്റപ്പെട്ടത്? വേണു, ഇതിൻ്റെ അകത്ത് വേണു നേരത്തെ പറഞ്ഞ പോലെ സംഘടനാപരമായിട്ട് ഫോക്കസ് മുഴുവൻ സംഘടന എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണലായിട്ട് സംഘടന നടത്തുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടി സംഘടിച്ചവരാണെന്നുള്ള രാഷ്ട്രീയം പോയി പോവുകയാണ്. അതാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ തന്നെയാണ് ഈ വിഭാഗീയതയുടെ അടിസ്ഥാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വിഭാഗീയത എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടത്. നിങ്ങൾ പറഞ്ഞു വന്ന വിഷയത്തിൽ തന്നെ ജനതാദൾ പിളർന്നു, RSP പിളർന്നു. ശ്രീ TJ ചന്ദ്രചൂഡൻ വീണ്ടും സെക്രട്ടറി ആകാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം അറിയാം. ചന്ദ്രചൂഡൻ അന്നായില്ല എന്ന് മാത്രമല്ല RSP പിണറായി പക്ഷം പിടിച്ചു എന്ന് പറഞ്ഞായിരുന്നു മാധ്യമങ്ങൾ. അതെ. കേരള കോൺഗ്രസിൻ്റെ ആകപ്പാടെ 2 പേരുള്ളത് പിളർന്നു. അപ്പോൾ ഇത് അവിടെ ഘടകകക്ഷികൾ അങ്ങനെ പിളരുന്നത് ഒരു സാഹചര്യം LDF-ലുണ്ട്. അത് CPI-യും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ CPI കുറച്ചുകൂടെ കേഡർ പാർട്ടി ആയതുകൊണ്ട് അത് അത്രത്തോളം എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റൊന്നുകൂടെ, നമ്മുടെ വിഷയം കുറച്ചുകൂടെ വിപുലമായി കേരളത്തിൻ്റെ താല്പര്യവും എനിക്ക് CPM-ൻ്റെ താല്പര്യവും ഉണ്ട്. കേരളത്തിൻ്റെ താല്പര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷം ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? ഇത്രമാത്രം സുപ്രധാനമായ വിഷയങ്ങളുണ്ടായി. റവന്യൂ മന്ത്രി മീറ്റിംഗ് വിളിക്കരുതെന്ന് ഫയലിൽ കുറിച്ചെടുത്ത് റവന്യൂ സെക്രട്ടറി മീറ്റിംഗ് വിളിക്കുന്നു. ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മീറ്റിംഗ് വിളിക്കുന്നത്. കാരണം ആ നിവേദനത്തിലുള്ളവരെ മാത്രമേ ആ മീറ്റിങ്ങിന് വിളിച്ചിട്ടുള്ളൂ. അവിടുത്തെ പ്രാദേശിക നേതാക്കളെ പോലും വിളിച്ചിട്ടില്ല. ആ നിവേദനത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം സർക്കാർ ഏറ്റെടുത്ത ഭൂമി അത് കോടതിയിൽ ഈ കക്ഷി സ്റ്റേയ്ക്ക് പോയതാണ്. കോടതി തള്ളിയെന്ന് പറയുന്നത് ഈ സ്റ്റേ ആണ്, ഞങ്ങൾ ഇടപെടാൻ വിസമ്മതിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഏറ്റെടുക്കേണ്ട ഭൂമിയാണ്, അതിലൊരു തടസ്സവും ഇല്ലാത്തതാണ്. അതിലൊരു മുഖ്യമന്ത്രി തല യോഗം വിളിക്കുകയാണ്, പ്രതികരണങ്ങളില്ല. ഇന്നത്തെ വിഷയത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു പത്രസമ്മേളനമോ ഒരു ശക്തമായ പ്രതികരണമോ അജണ്ട സെറ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ ശക്തമായി ഇടപെടാൻ കഴിയുന്നില്ല. അത് ജനാധിപത്യത്തിനും കേരളത്തിനും ഒട്ടും ഭൂഷണമല്ല. പക്ഷേ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. നിങ്ങൾ CPM-ൽ സംഭവിക്കുന്നത്, അവിടെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തന്നെ സംഭവിക്കുന്ന ഒരു അപജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത് കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്നുള്ളത് പാർട്ടി കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. ഇതന്ന് സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ ചെയ്തതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കുന്നവർക്ക് നല്ല നമസ്കാരം. അപ്പോൾ അങ്ങനെ പാർട്ടി കൂട്ടായി എടുത്തൊരു തീരുമാനത്തിൽ നിന്ന് വിഭാഗീയമായി അവിടുത്തെ ജില്ലാ കമ്മിറ്റിയെ കൂടെ നിർത്താൻ വേണ്ടി അദ്ദേഹവും ഔദ്യോഗിക നേതൃത്വവും പിന്നോക്കം പോയി. അങ്ങനെ അന്നത്തെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. ചരിത്രം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇവരുടെ ഈ പ്രാദേശിക നേതൃത്വത്തെ കൂടെ നിർത്താൻ വേണ്ടി അന്ന് കൊടുത്ത വിട്ടുവീഴ്ചകളുടെ ഫലമാണിപ്പോൾ. അല്ലാതെ മറ്റ് താല്പര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്ന ഇത്തരം ഓരോ സ്പെസിഫിക് കേസസിനും മുഖ്യമന്ത്രിക്ക് ഇടപെടേണ്ടി വരികയാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം 4 മീറ്റിങ്ങുകൾ വിളിച്ചു മൂന്നാറിൽ. അപ്പോൾ മൂന്നാറിൽ പ്രത്യേക പരിഗണന ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആ പരിഗണനയുടെ ഫലം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു വിഷയം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ലോട്ടറി വിഷയത്തിൽ VS അച്യുതാനന്ദൻ 2007 മീറ്റിംഗ് വിളിച്ചപ്പോൾ അത് ഒരു മന്ത്രിയുടെ വകുപ്പിലുള്ള മുഖ്യമന്ത്രിയുടെ കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഇടപെട്ട് ആ മീറ്റിംഗ് റദ്ദാക്കി. ഇത് ഔദ്യോഗിക രേഖകളിലുള്ള ഫയലിലുള്ളതാണ്, പബ്ലിക് ഡൊമൈനിലുള്ള നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ CPM ആലോചിച്ചെടുത്ത തീരുമാനം, അങ്ങനെ ഒരു മന്ത്രിയുടെ വകുപ്പിൽ മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് വിളിക്കുക, മന്ത്രിയുടെ കൺസെൻ്റ് ഇല്ലാതെ മീറ്റിംഗ് വിളിക്കുക എന്നുള്ളത് ഒരു കടന്നുകയറ്റമാണ്, ചെയ്യാൻ പാടില്ല എന്നാണ്. എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഘടകകക്ഷി മന്ത്രിയുടെ വകുപ്പിൽ ഈ ഒരു സ്പെസിഫിക് കേസിൽ മന്ത്രി അരുതെന്ന് പറഞ്ഞ മീറ്റിംഗ് ഒരു സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിക്കുകയും അതിൻ്റെ ഫലം പിറ്റേ ദിവസം കോടതിയിൽ നിന്ന് മറിച്ചു വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ചെയ്തികളെല്ലാം, മുൻ ചെയ്തികളെല്ലാം
തിരിഞ്ഞു കുത്തുന്നു. വിഭാഗീയതയാണ് ഈ കുത്തുന്നത്. അധികാരത്തിന് വേണ്ടിയാണ് വിഭാഗീയത നടത്തിയെന്നുള്ളത് വളരെ ശരിയാണ്. അത് സംഘടന പിടിക്കുക എന്നുള്ള കാര്യത്തിലായിരുന്നു. രാഷ്ട്രീയം എവിടെയോ ഉപേക്ഷിച്ചിട്ട് വെറും സംഘടന, ഒരു ആൾക്കൂട്ടത്തെ കൂടെ നിർത്തുക എന്നുള്ളതിന് അന്ന് ചെയ്തതിൻ്റെ വിലയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. അതിന് കേരളവും പാർട്ടിയും കൊടുക്കേണ്ടി വരുന്ന വില ചിലപ്പോൾ വളരെ വലുതായിരിക്കും. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം.